Recent developments in Indian capital market. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സും ഫങ്ഷൻസും അതുപോലെ ക്ലാസിഫിക്കേഷൻസും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. എന്നാലും ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഹിസ്റ്ററി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1875 ഏറ്റവും ആദ്യം നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിനുശേഷം കുറേയധികം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. കുറേ എണ്ണം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഹിസ്റ്ററി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ നെക്സ്റ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് പ്രസൻറ്റ് നമുക്ക് എത്ര സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളതെന്ന് നോക്കാം. അതായത് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് 9 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ മുന്നേ 23, 24 എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ പല സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും പല ഇയറുകളിൽ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ശരിക്കും പ്രധാനപ്പെട്ട 5 ഓപ്പറേറ്റിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. എങ്കിൽ കൂടിയും 9 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നമ്മളുടെ ഇന്ത്യയിലുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് സെബിയുടെ സൈറ്റിൽ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ, അതായത് ഏറ്റവും ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൈറ്റാണ്. ആ സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് 9 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ: BSE ലിമിറ്റഡ്, കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്, ഇന്ത്യ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആൻഡ് NSE IFSC ലിമിറ്റഡ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഇനി മുന്നുണ്ടായിരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈറ്റിൽ നിന്നും അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. ദ നെക്സ്റ്റ് പോയിൻറ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1993 അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ട്രേഡിംഗ്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ഇലക്ട്രോണിക് മോഡിൽ നടത്താൻ വേണ്ടിയിട്ട് അത് ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഇലക്ട്രോണിക് ട്രേഡിങ്ങിനുണ്ട്. സോ ആ ഇലക്ട്രോണിക് ട്രേഡിംഗ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് NSE സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. സോ നമ്മളുടെ ഏറ്റവും ഇന്ത്യയിലുള്ള നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു 90% ട്രാൻസാക്ഷൻസും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് നടക്കുന്നത്, NSEയിലാണ് നടക്കുന്നത്. Okay, the next point, introduction of online trading. സോ ഓൺലൈൻ ട്രേഡിംഗ്, സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം. ആദ്യം നിലവിലുണ്ടായിരുന്ന സിസ്റ്റം മാനുവൽ സിസ്റ്റമാണ്, അതായത് ഔട്ട്ക്രൈ മെത്തേഡ് എന്നാണ് ആ സിസ്റ്റത്തിന് പറയുക. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. ഔട്ട്ക്രൈ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മുടെ ഏജൻസോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസോ അല്ലെങ്കിൽ അതാത് പാർട്ടീസ് ഇൻവെസ്റ്റേഴ്സോ പോയിട്ട് വിളിച്ച് പറയുന്ന ഒരു സിസ്റ്റമായിരുന്നു. അങ്ങനെ ലേലം വിളിക്കുന്നത് പോലെ വിളിച്ചിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നൊരു മെത്തേഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം, ഇലക്ട്രോണിക് ട്രേഡിംഗ് വന്നതോടുകൂടെ, സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം വന്നതോടുകൂടെ ഈ ഒരു മാനുവലി ഔട്ട്ക്രൈ മെത്തേഡ് ഒഴിവായിപ്പോയി. ഓക്കെ. സോ ഓൺലൈൻ ട്രേഡിംഗ് വന്നത് ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, OTC, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സെക്യൂരിറ്റീസ്, അതായത് വളരെ ചെറിയ എമൗണ്ടിൽ അല്ലെങ്കിൽ ചെറിയ കമ്പനികളുടെ സെക്യൂരിറ്റീസൊക്കെ ട്രേഡ് നടത്താൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ചാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അത് ഡെവലപ്പ് ചെയ്തത് 1992 സോ ഇന്ത്യയിലെ ഫസ്റ്റത്തെ റിംഗ്ലെസ് സ്ട്രിപ്ലെസ് ഇലക്ട്രോണിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് OTCI എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള, അതായത് 1992 ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നിട്ടുള്ളത്. സോ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇലക്ട്രോണിക് മോഡിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ, ചെറിയ കമ്പനികളുടെ ചെറിയ ഷെയർസ് അല്ലെങ്കിൽ സ്മോൾ വൺസ് ഇൻവെസ്റ്റേഴ്സിന് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്ന ഏറ്റവും ആദ്യം നിലവിൽ വന്നിട്ടുള്ള എക്സ്ചേഞ്ചാണ് OTCI.
ഓക്കെ, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സെക്യൂരിറ്റീസാണ് ഇവിടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഇനി അടുത്ത പ്രത്യേകത ലിസ്റ്റിംഗ്. എന്താണ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷെയർസ്, ഓരോ കമ്പനികളുടെ ഷെയർസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക. അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനികളുടെ ഷെയർസ് എല്ലാം പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാർക്കറ്റബിലിറ്റി ഉണ്ടാകും, ലിക്വിഡിറ്റി ഉണ്ടാകും, അതേപോലെ തന്നെ ഫ്രീ നെഗോഷ്യബിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ഷെയർ ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനെയും അവരുടെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസിനൊക്കെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ലിസ്റ്റിംഗ് എന്നുള്ളൊരു ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല എങ്കിൽ പോലും കമ്പനികളുടെ ഷെയർസിൻ്റെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കമ്പനികളും അവരുടെ ഷെയർസൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സ്. ഇന്ത്യയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓൾ വേൾഡിൽ, അതായത് യു എസിലൊക്കെയാണ് ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളത്. പക്ഷേ അവിടെ 50 മില്യൺ ഷെയർ ഹോൾഡേഴ്സാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ 40 മില്യൺ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ജനസംഖ്യ നമ്മളിവിടെ കൂടുതലാണെങ്കിലും ഇവിടെ നമ്മളുടെ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് കൂടിയും നമ്മളുടെ കൺട്രിയിൽ അറൗണ്ട് 40 മില്യൺ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഗ്രോത്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഗ്രോത്താണ്. ഓക്കെ, ദ നെക്സ്റ്റ് മ്യൂച്വൽ ഫണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി നമ്മളിവിടെ വീക്കാണ്. അതായത് മൊത്തം ഡെവലപ്പിംഗ് കൺട്രികളുടെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു 45% ഉണ്ടെങ്കിൽ നമ്മളിവിടെ വെറും ഒരു 25% മാത്രമേ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അവിടെ മ്യൂച്വൽ ഫണ്ടിന് നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ട് പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു ബണ്ടിലായിട്ട് അത് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഒരു ഹൈ റിട്ടേൺ അഷർ ചെയ്യാൻ പറ്റും. അതായത് ചില സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ പോലും മറ്റുള്ള സെക്യൂരിറ്റീസിൻ്റെ വാല്യൂവിൻ്റെ ബേസിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ആ ഒരു ബണ്ടിൽ അതിന് നമുക്ക് ഓവറോൾ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൻ്റെ ഒരു നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ അഷർ ചെയ്യുന്നില്ല. അതായത് ഫിക്സഡ് റിട്ടേൺ നമുക്ക് അവിടെ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത്രയും പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമുക്ക് ഷുവറായിട്ടും കിട്ടും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഉണ്ടായതുകൊണ്ട് അവിടെ ഓരോ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂസിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓവറോൾ വാല്യൂയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു റിട്ടേൺ അഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ റിട്ടേൺ ചില സമയങ്ങളിൽ നമുക്ക് ഹൈ പീക്ക് റേറ്റിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചില ഇൻവെസ്റ്റേഴ്സ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ പോലെയുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയിലെ ഇൻവെസ്റ്റേഴ്സ് അത്രയധികം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻഡസ്ട്രി അത്രയധികം ഡെവലപ്ഡ് ആയിട്ടില്ല. പക്ഷേ ഇനിയും അതിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രൈമറി മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കണ്ടു, ക്യാപിറ്റൽ മാർക്കറ്റ് 2 തരത്തിലാണുള്ളത്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഏറ്റവും ആദ്യം ഒരു കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. പക്ഷേ ആ പ്രൈമറി മാർക്കറ്റ് തുടക്കത്തിൽ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, അതിന് എത്രയാണ് റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ റെഗുലേഷൻസൊക്കെ ഒഴിവാക്കി. അതായത് 1991 ഡീറെഗുലേഷൻ ആക്ട് വന്നു. അപ്പോൾ ഡീറെഗുലേഷൻ വന്നതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നു, ഇക്വിറ്റീസിനൊക്കെ നമുക്കതിന് ഓരോ കമ്പനികൾക്കും ഷെയർസിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യാനുള്ളൊരു റൈറ്റ് വന്നു. സോ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിലും ഒരു വ്യത്യാസം ഉണ്ടായി. സോ പ്രൈമറി മാർക്കറ്റിലും നല്ല കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. സോ പ്രൈമറി മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കും. നെക്സ്റ്റ് പോയിന്റ്, സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1988 അത് 1992 അത് ഒറിജിനലി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് റെഗുലേറ്ററി ബോഡിയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കൺട്രോളിങ് അതോറിറ്റിയാണ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ സെബിക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ കമ്പനികളെ അവരുടെ ഷെയർസ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിലൊക്കെ അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള കുറേ ഫങ്ഷൻസൊക്കെ സെബി ചെയ്യുന്നുണ്ട്.
സോ സെബി എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ടായതുകൊണ്ട്, ഒരു കൺട്രോളിംഗ് ബോഡി ഉണ്ടായതുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം വന്നപ്പോൾ, അതായത് പിന്നെ NSE ആണ് ആദ്യമായിട്ട് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. പിന്നീട് അത് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്കും അത് വ്യാപിച്ചു. അപ്പോൾ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം എല്ലാവരും വ്യാപകമായിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി. ദ നെക്സ്റ്റ് പോയിന്റ്, മെഷേഴ്സ് ടു കർബ് ഇൻസൈഡർ ട്രേഡിംഗ്. സോ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ ഇല്ലീഗലായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അതായത് ഇൻസൈഡർ ട്രേഡിംഗ് നമ്മൾ ഒരിക്കലും ഒരു കൺട്രിയും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. കാരണം ഇൻസൈഡർ ട്രേഡിങ്ങിലൂടെ ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു CEO അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ പിന്നെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കുക, അതായത് കമ്പനിയുടെ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസൈഡർ ന്യൂസുകൾ കിട്ടിയതിന് ശേഷം ട്രാൻസാക്ഷൻസിൽ എൻട്രി ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റികളെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. കാരണം ഈ ആക്ടിവിറ്റിയിൽ, ഈ ഒരു ട്രാൻസാക്ഷനിൽ എൻട്രി ചെയ്യുന്ന ആൾക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നുണ്ട്. സോ നമുക്കറിയാം, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാം നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല പ്രൈസ് കൂടുകയോ കുറയോ എന്നുള്ളതൊന്നും. പക്ഷേ നമുക്ക് മുൻകൂട്ടി കറക്റ്റായിട്ട് അറിയാം. അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ആ ട്രാൻസാക്ഷൻസിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് മനഃപൂർവ്വമായിട്ട് അൺഫെയർ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷനിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇല്ലീഗലായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. സോ അങ്ങനെയുള്ള ഇൻസൈഡർ ട്രേഡിംഗ് ആക്ടിവിറ്റികളെയൊക്കെ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെബി ശ്രമിക്കുന്നുണ്ട്. സോ അതാണ് എല്ലാ മെഷേഴ്സും എടുക്കുന്നുണ്ട് ടു കേർബ് ഇൻസൈഡർ ട്രേഡിംഗ്. ദ നെക്സ്റ്റ് പോയിന്റ്, റിലാക്സേഷൻ ഓഫ് നോംസ് ഫോർ ഇഷ്യൂൻസ് ഓഫ് ഷെയർസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള റിലാക്സേഷനാണ് കൊടുക്കുന്നത്? റിലാക്സേഷൻ ഒന്ന്, ഒരു 3 എക്സാമ്പിൾസ് നമ്മളിവിടെ പറയുന്നുണ്ട്. അബോളിഷ്മെൻറ്റ് ഓഫ് ലോക്ക്-ഇൻ പീരീഡ് for the pre-issue share capital for an unlisted company held by venture capital funds and foreign venture capital investors. അതായത് ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, അതായത് അൺലിസ്റ്റ് ചെയ്ത് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഒരു ലോക്ക്-ഇൻ പീരീഡ് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ലോക്ക്-ഇൻ പീരീഡ് ഇപ്പോൾ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ ആ 1 ഇയർ വരെ അവരുടെ ഫണ്ട് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ കയ്യിൽ ആയിരിക്കണം, ആ റേറ്റിലായിരിക്കണം പിന്നെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് റേറ്റിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺട്രോളിങ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലോക്കിൻ പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ലോക്കിൻ പീരീഡ് എന്ത് ചെയ്തു, പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇപ്പോൾ പുതിയ ചേഞ്ചസ് വന്നപ്പോൾ സെബി അത് അബോളിഷ് ചെയ്തു. സോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഈ ഫീൽഡിലേക്ക് വരികയും അവർക്ക് പിന്നെ ഒരു കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് വാങ്ങിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ അതുപോലെ റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഫോർ എ മിനിമം ഇഷ്യൂ സൈസ് ഓഫ് 25 crore ഇൻ കേസ് ഓഫ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ത്രൂ ബുക്ക് ബിൽഡിംഗ്. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് പുതുതായിട്ട് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പല മെത്തേഡിലൂടെ നമുക്ക് കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം. അതിനുള്ളൊരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ലേലം വിളിയിലൂടെ, അതായത് അതിൻ്റെ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ആദ്യമേ ഫിക്സ് ചെയ്യാതെ ആ ഷെയറിൻ്റെ വാല്യൂ കമ്പനിയുടെ ഒരു ക്രെഡിറ്റ് വർത്തിനെസ്സും അല്ലെങ്കിൽ അവരുടെ ഗുഡ് വില്ലിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതിന് പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ ആ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് അതിലൂടെ പിന്നെ നടത്താൻ 25 crore എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റെസ്ട്രിക്ഷൻ റിമൂവ് ചെയ്തു. Then relaxation of buyback norms and reduction in the cooling off period for the fresh issue of a security after buyback from 2 years to 6 months. അതായത് ബൈബാക്ക് നോംസ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഷെയർസ് കമ്പനിക്ക് തന്നെ തിരിച്ചു വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ്. അതായത് ചില സാഹചര്യങ്ങളിൽ കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ അധികമായിട്ട് കൂടിപ്പോവുകയോ അല്ലെങ്കിൽ അധികമായിട്ട് കുറഞ്ഞു പോവുകയോ വരുന്ന സാഹചര്യത്തിൽ ഓരോ സർക്കംസ്റ്റാൻസിൽ കമ്പനിക്ക് കമ്പനിയുടെ ഷെയർസ് തന്നെ തിരിച്ചു വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതിനെയാണ് ബൈബാക്ക് നോംസ് എന്ന് പറയുന്നത്. സോ ഈ ബൈബാക്ക് നോംസ്
പിന്നെ റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സെബി. അതായത് ബൈബാക്ക് നോംസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് തവണ ബൈബാക്ക് ചെയ്യണമെങ്കിൽ ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആദ്യം 2 years ആയിരുന്നു. ആ 2 years 6 months ആക്കിയിട്ട് കുറച്ചു. സോ ഇതെല്ലാം റിലാക്സേഷൻസ് ആണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ. സോ ഇങ്ങനെയുള്ള റിലാക്സേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് വഴി ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ, അതായത് ഇക്വിറ്റി മാർക്കറ്റ് പോലെ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഡെറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഡെറ്റ് നമുക്കറിയാം ലോങ് ടേം ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് ഡെറ്റ്സ് എന്ന് പറയുന്നത്. ഡെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കമ്പനിക്ക് ഡെറ്റ് ഇൻസ്ട്രുമെൻസും അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർസും ഒക്കെ ഒരു പ്രൊപ്പോർഷനിലായിരിക്കണം നമുക്ക് വേണ്ടത്, ഓരോ കമ്പനിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡെറ്റ് മാർക്കറ്റിനെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും ഒരു സെക്കൻഡറി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് NSE, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഒരു സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള BSEയും അതേപോലെയുള്ള വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ഈ മോഡലിൽ റീറ്റെയിൽ മാർക്കറ്റ്, അതായത് ഡെറ്റ് മാർക്കറ്റിന് ഒരു റീറ്റെയിൽ മാർക്കറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട ഡീൽ ചെയ്യുന്നൊരു സെക്യൂരിറ്റിയാണ് പിന്നെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഈ ഡെറിവേറ്റീവ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ വാല്യൂ ബേസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റായിരിക്കാം. ഇപ്പോൾ ഒരു കമ്മോഡിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗോൾഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസോ അതിൻ്റെയൊക്കെ അണ്ടർലൈങ് അസറ്റായി വെച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇപ്പോഴേ സെറ്റിൽ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഡെറിവേറ്റീവ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി നെക്സ്റ്റ് പഠിക്കും. സോ ഡെറിവേറ്റീവ്സ് എന്നുള്ള കോൺസെപ്റ്റും നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു പുതിയ ഡെവലപ്മെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വിച്ച് ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. അതായത് ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മളുടെ ഷെയർസും ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർസും അതുപോലെ സെക്യൂരിറ്റീസും ഒക്കെ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. സോ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ട്. NSDLും CDSLൊക്കെ ഡെപ്പോസിറ്ററീസ് ആണ്. അതായത് NSDL സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, അതുപോലെ CDSL സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. ഇവരൊക്കെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് ഡെപ്പോസിറ്ററിക്കും ഇൻവെസ്റ്ററിനും ഇടയിലുള്ള ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സോ അവരാണ് നമ്മളുടെ ഷെയർസും ഒക്കെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അത് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെപ്പോസിറ്ററീസ് വർക്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ്, ഓട്ടോമേറ്റഡ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം. ഓട്ടോമേറ്റഡ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു പുതിയ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഓൾറെഡി ഐഡിലായിട്ട് കിടക്കുന്ന സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കുകളെ വീണ്ടും പിന്നെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലെൻഡിങ് ആൻഡ് ബോറോയിങ് നടത്തുന്ന ആക്ടിവിറ്റിയെയാണ് ഓട്ടോമേറ്റഡ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഒരു ലെൻഡർ അല്ലെങ്കിൽ ബയർ ആയിരിക്കും ഈ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ട്രാൻസാക്ഷൻസ് ആദ്യം സെറ്റിൽ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് വെറുതെ ഐഡിലായിട്ട് കിടക്കുകയാണ് ചെയ്യുക. സോ ഈ സ്റ്റോക്കിനെ ഒന്നും കൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ചില റെസ്ട്രിക്റ്റഡ് പാർട്ടീസിന് പിന്നെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോക്കുകളെ വീണ്ടും എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻസ് ബോറോ ചെയ്യാനോ അല്ലെങ്കിൽ ലെൻഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഓട്ടോമേറ്റഡ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ സെബിയാണ് ഈ ഒരു മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. This automated lending and borrowing mechanism aims to provide trading members of NSE or clearing members an opportunity to borrow securities or funds to meet their payment obligations. അവരുടെ പേയ്മെൻറ്റ് ഒബ്ലിക്കേഷൻസ് ഒക്കെ, അതായത് ഇതിൽ ഈ പാർട്ടീസ് ഇൻവോൾവ് ആയിട്ടുള്ള മെമ്പേഴ്സിന് അവരുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അതായത് ഈ ഷോർട്ട് സെല്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് സെല്ലിംഗ് ഒരു പ്രോസസ്സാണ്. അതായത് കയ്യിൽ അസറ്റ്
ഇല്ലാതെ തന്നെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന പ്രോസസ്സിനെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് സെയിൽസ് നടത്തുക വിതൗട്ട് ഹോൾഡിംഗ് ദി സെക്യൂരിറ്റീസ് നമ്മുടെ കയ്യിലില്ല, പക്ഷേ കയ്യിലില്ലാതെ തന്നെ നമ്മൾ സെയിൽ നടത്തുന്ന പ്രോസസ്സിനെയാണ്. നമ്മളൊരു അസറ്റ് കയ്യിലുണ്ടെങ്കിലാണ് നമ്മൾ സെയിൽ നടത്തുക. പക്ഷേ അതല്ലാതെ ഈ സെക്യൂരിറ്റീസിൻ്റെ കേസിൽ ആൻറ്റിസിപ്പേറ്റഡ്, നമ്മൾ ഭാവിയിൽ ഇത് വാങ്ങിച്ചിട്ട് ഇത് വിൽക്കുക എന്നുള്ളൊരു പ്രോസസ്സിൽ വിൽപ്പനയാണ് ആദ്യം നടക്കുന്നത്. സോ ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കേറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നവരാണ് ഈ ഓട്ടോമേറ്റഡ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസത്തിൽ ഇൻവോൾവ് ആകുന്നത്. സോ ഇതും ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്ലിയറിംഗ് ഹൗസസ്, ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി. സെബി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും കൃത്യമായിട്ട് ഒരു ക്ലിയറിംഗ് ഹൗസ് ഉണ്ടായിരിക്കണം. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുമ്പോൾ ഈ ട്രാൻസാക്ഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ സെറ്റിൽമെൻറ്റ് കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരു ക്ലിയറിംഗ് ഹൗസുകൾ വർക്ക് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിഷ്കർഷിക്കും. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് വാച്ച് സിസ്റ്റം. സ്റ്റോക്ക് വാച്ച് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റോക്കിൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർലി വാച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതായത് സ്റ്റോക്ക് വാച്ച് എന്ന് പറയുന്ന ഒരു സ്കീം ഒബ്സർവ് ചെയ്യുന്നു, എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അൺയൂഷ്വൽ ട്രേഡിംഗ് പാറ്റേൺസ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹോണസ്റ്റ് ട്രേഡിംഗ് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സത്യസന്ധമായിട്ടുള്ള ട്രേഡിംഗ് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് വാച്ചർ അല്ലെങ്കിൽ സ്റ്റോക്ക് വാച്ചിങ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ബൈ ബാക്ക് ഓഫ് ഷെയർസ് നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പനിക്ക് അവരുടെ ഷെയർസ് തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ, അതായത് പിന്നെ ഫ്ലക്ച്വേഷൻസ്, ഹൈവി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് കമ്പനിയുടെ ഓൺ ഷെയർസ് തന്നെ തിരിച്ചു വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൈ ബാക്ക് ഓഫ് ഷെയർസ് നടത്താനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റും ഇൻ്റർനാഷണൽ മാർക്കറ്റും തമ്മിൽ വളരെയധികം ഇൻ്റർ റിലേറ്റഡ് ആണ്. അതായത് സ്ട്രോങ് ലിങ്കേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന വല്ല കാര്യങ്ങളും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെയും അഫക്റ്റ് ചെയ്യും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ വാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ലിങ്കേജ് ഉണ്ടാകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതേസമയം അതിൻ്റെ ഒരു ഡീമെറിറ്റാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ദെൻ നെഗോഷിയേറ്റഡ് ഡീലിംഗ് സിസ്റ്റം, ലോഞ്ചിങ് ഓഫ് ഇലക്ട്രോണിക് ഓർഡർ മാച്ചിങ്, അതായത് NDS-OM. അതായത് ഇതൊരു പുതിയ ഡെവലപ്മെൻ്റ് ആണ്. 2005 ഈ ഒരു നെഗോഷിയേറ്റഡ് ഡീലിംഗ് സിസ്റ്റം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അതായത് ഇലക്ട്രോണിക് ഓർഡർ മാച്ചിങ് സിസ്റ്റം എന്തിന്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നമുക്കറിയാം ഒരു പിന്നെ തരത്തിലുള്ള സെക്യൂരിറ്റീസാണ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെക്യൂരിറ്റീസാണ്, ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസാണ്. ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് ഒരു സെക്കൻഡറി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഓർഡർ മാച്ചിങ്, അതായത് കൃത്യമായിട്ട് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും മാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് നെഗോഷിയേറ്റഡ് ഡീലിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് ഓർഡർ മാച്ചിങ്. അതായത് സാധാരണ നമ്മൾ ബാക്കിയുള്ള ഷെയർസിന് എല്ലാം ഇലക്ട്രോണിക് ആയിട്ടുള്ള സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് അങ്ങനെ സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റത്തിൽ ഇൻവോൾവ് അല്ല. സോ അതിനെ ഒന്ന് ഇലക്ട്രോണിക് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ് നെഗോഷിയേറ്റഡ് ഡീലിംഗ് സിസ്റ്റം. ദ നെക്സ്റ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ടേം മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളതിനെ പറയുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്നാണ്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, സബ് അക്കൗണ്ട്സ്. സോ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റീസ് ഒരു ഫോറിൻ കൺട്രിയിലെ മറ്റൊരു കൺട്രിയിലുള്ള ഇൻവെസ്റ്റർക്കും ഇവിടെ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതും പിന്നെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. അതിലും സെബിയിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ സെബിയിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യണം, ട്രാൻസാക്ഷൻസ് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കി, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ കൂടുതലായിട്ട് ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഒരു
ഡെറിവേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റീസാണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് ഫണ്ട്സുകൾ നമ്മൾ ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റ് വാല്യൂ ആയി വെച്ചുകൊണ്ട് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് നിലവിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെയും അതേപോലെ തന്നെ ഷെയർസിൻ്റെ രണ്ടിൻ്റെയും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റർക്ക്, അതായത് സാധാരണഗതിയിൽ ഗോൾഡ് ഫിസിക്കൽ ഫോമിൽ വാങ്ങിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ, എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഗോൾഡ് എന്നുള്ള പറയുന്ന ഒരു അസറ്റ് നമ്മളുടെ കൈവശം വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ വാല്യൂ, നമുക്ക് ഗോൾഡ് മാർക്കറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. അതേസമയം ഗോൾഡ് എന്ന ഫിസിക്കൽ അസറ്റിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നില്ല. പകരം ഗോൾഡിൻ്റെ മോണിറ്ററി വാല്യൂ കൊണ്ട് ബെനിഫിറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അങ്ങനെയുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ.